ഹബീബായ തങ്ങൾ ഈ ലോകത്തോട് വിട പറയാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയുടെ വീട്ടിൽ കിടക്കുമ്പോ ഹബീബായ തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമാ. എന്താ മുത്തുനബിയുടെ ആഗ്രഹം എന്തെന്നറിയോ? മരിക്കാൻ കിടക്കുന്ന ഹബീബായ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? വല്ലാഹി വല്ലാഹി മഹാനായ സയ്യിദ് അവറുകളുടെ വീടിന്റെ ചാരത്തോ മണിക്കൂറുകളോളം ഇരുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ജിബ്രീൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയുടെ ചാരത്ത് കിടക്കുന്ന ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് വന്നുകൊണ്ട് അള്ളാന്റെ പ്രവാചകൻ ഉറക്ക ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു ഉറക്കച്ചല്ലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. റഹ്മാനായ റബ്ബേ, കൃപയുള്ള പടച്ചവനെ, നിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട സയ്യിദ് അവറുകളുടെ വീടിന്റെ ചാരത്തിരുന്നു നിന്റെ ഹബീബിന്റെ മേൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ ഖബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങളെ നീ മാറ്റിത്തരണേ അല്ലാഹ്, പ്രയാസങ്ങളെ നീക്കിത്തരണേ അല്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട മജ്ലിസിൽ എത്രയും നേരം ഞങ്ങൾ ഇരിക്കുന്നു, ആ മണിക്കൂറുകളുടെ, മിനിറ്റുകളുടെ, സെക്കൻഡുകളുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ഇനിയുള്ള ജീവിതകാലം നിന്നെ സന്തോഷിച്ച് സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാനുള്ള മഹാഭാഗ്യം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ, ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ, ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇരിക്കും. ഹൗസ് അങ്ങോട്ട് കയറിയിരിക്കും. വാ, ഇവിടെ സ്ഥലമുണ്ടേ, അങ്ങോട്ട് വാ. അവിടെ ഇരിക്കാൻ സഹോദരങ്ങൾക്കൊക്കെ സ്ഥലമുണ്ട്. എല്ലാവരും വെയിലും ഉള്ളണം. എന്തിനാ ഞാൻ സഹോദരിമാരോട് അവിടെ ഇരുന്ന് എഴുന്നേക്കാൻ പറഞ്ഞ? അതുകൊണ്ടാ. ദേ ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരൊക്കെ വെയിലും ഉള്ളതാണ്. നിങ്ങളുടെ അടുത്ത് ആദ്യം എഴുന്നേക്കാൻ പറഞ്ഞത് ഇവിടെ സ്ഥലമുണ്ട്, എല്ലാവർക്കും ഉള്ളിൽ കയറിയിരിക്കാൻ സ്ഥലമുണ്ട്. ഇൻഷാ അല്ലാഹ് ദീർഘിപ്പിച്ചു പോവൂല. ഇപ്പൊ എല്ലാവരുടെയും വിഷമം എന്നാന്നറിയാവോ? എന്താ വിഷമം? റഹ്മാനായ റബ്ബേ 10 മണിക്ക് വന്നതാ, ചിലർ പറയും ഞങ്ങൾ 9 മണിക്ക് വന്നതാ. ഇത് എപ്പോഴായിരിക്കും ഈ കല്യാണം ഒന്ന് കഴിയാ? ഈ നിക്കാഹം കഴിഞ്ഞിട്ടൊന്ന് പോണോന്നും വിചാരിച്ചുകൊണ്ടിരിക്കണം. പുതിയ പെണ്ണുങ്ങളാണെങ്കിൽ ആകെ വേർത്ത് കുളിച്ചു. പടച്ചോൻ ഇപ്പോഴെങ്കിലും ഞങ്ങളിപ്പാപ്പ പറഞ്ഞു വിടുമെന്നുള്ള വിഷമത്തിലാ. പുതിയാപ്പിളമാരാണെങ്കിൽ ഞങ്ങളെ കൊണ്ടൊന്ന് മുമ്പിൽ കൊണ്ടുവരുത്തിയേക്കണേ. ഇത്രയും വലിയ പരീക്ഷണം അവരുടെ ജീവിതത്തിൽ കിട്ടാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബത്തെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സന്തോഷവും സമാധാനവും നിലനിർത്തി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉറക്കെ നിലനിർത്തി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബീവി റളിയല്ലാഹു, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകള് എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് സന്തോഷം ഉണ്ടാവുന്ന വർത്താനം പറഞ്ഞു. പുതിയണ്ണായിരിക്കുന്ന പെണ്ണുങ്ങൾക്കും പുതിയണ്ണായിരിക്കുന്ന സഹോദരിമാർക്കൊക്കെ സന്തോഷകരമായൊരു വർത്താനം പറഞ്ഞു തന്നു ബഹുമാനപ്പെട്ട നമ്മുടെ പള്ളിയിലെ ഇമാമ്. പ്രസവിച്ച പെണ്ണ് ആദ്യം പാൽ കൊടുക്കേണ്ട അത് ആർക്കാ നിർബന്ധമുള്ളൂ? അത് കേട്ടില്ലേ? ആർക്കാ ആദ്യം പാൽ കൊടുക്കൽ? ആർക്കാ നിർബന്ധം? ഭാര്യയ്ക്ക്. ബാക്കി ആർക്കാ? ബാക്കി കുട്ടികൾക്കോ? ബാക്കി ആർക്കാ നിർബന്ധം? ഇത് കേട്ട് സഹോദരിമാരുടെ ചിരി ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അല്ലാഹുവേ, ഇത്ര ഉണ്ടായിരുന്നോ? ആ ഉസ്താദിന്റെ വാഴ തന്നെ കുറച്ചേരോടെ കേൾക്കണമെന്നും സഹോദരിമാർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണേ. ചില സഹോദരിമാർ ചിന്തിച്ചു, പടച്ചോനെ എന്റെ കെട്ടിയോൻ, എന്റെ ഓനെ, എന്റെ കെട്ടിയോൻ എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? അങ്ങനെ എന്നെയല്ലേ വിളിക്കാം? എന്റെ ഭർത്താവിനെ ഒന്ന് ഈ വാഴലിന്റെ സദസ്സിൽ, ഈ മജ്ലിസിലൊന്ന് കൊണ്ടുവരണമായിരുന്നു, ആ ഉസ്താദിന്റെ ഒന്ന് വാഴ് കേൾപ്പിക്കണമായിരുന്നു എന്നാണ് ചില സഹോദരിമാര് ചിന്തിച്ചത്. എന്ന മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ചെല്ല് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ഉറക്കെ ചെല്ലാൻ പറഞ്ഞെന്തിനാന്നറിയോ? നമ്മൾ ഇരിക്കുന്ന ഒരു സ്ഥലം എന്താണ്? വലിയ പവിത്രമായ സ്ഥലം. ബഹുമാനപ്പെട്ട ഷാഫി തങ്ങളാണോ മറ്റാരോ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. മഹാനായ ഇമാം ഷാഫി റഹ്മഹുള്ളാഹുടെ ഒരു വാക്ക്, ഈ സ്ഥലത്തിനും ഈ വീടിനും വലിയൊരു പവറാണ്. അത് ഈ വീടിന് മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു സയ്യിദ് അവറുകളുടെ വീടിന്റെ മുറ്റത്താണ് ഞാനും നിങ്ങൾ ഇരിക്കണേ.
ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു സലാത്ത് ഉറക്കെ ചൊല്ലിയാൽ കിട്ടുന്ന പ്രയോജനം പറഞ്ഞുകൊണ്ട് എന്റെ വിഷയത്തിലേക്ക് ഞാനൊന്ന് കടക്കുകയാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ചൊല്ല് നബി മുഹമ്മദ് മുസ്തഫ. ആ ഉറക്കെ ചെല്ലുന്ന ആവേശത്തോടു കൂടി മുത്തുനബിയുടെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ ഹബീബായ തങ്ങൾ മരണത്തോട് മല്ലടിച്ചു കിടക്കുകയാണ്. ഹബീബായ തങ്ങൾ ഹബീബായ ആയിഷ ബീവിയുടെ വീടിന്റെ അകത്തളങ്ങളിൽ കിടക്കുകയാ. 3 ദിവസമായി മുത്തുനബിക്ക് പനി ബാധിച്ചിട്ട് ആരെയും കാണാൻ അനുവദിക്കാതെ ഹബീബായ തങ്ങൾ തന്റെ വീടിന്റെ അകത്തളങ്ങളിൽ മലർന്നു കിടക്കുമ്പോ മഹാനായ ഖാബിലുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാൻ 63 വർഷക്കാലം ഈ പ്രവിശാലമായി കിടക്കുന്ന ദുനിയാവിൽ ജീവിച്ചിട്ട് ഹബീബായ തങ്ങൾ ഈ ലോകത്തോട് വിട പറയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയുടെ വീട്ടിൽ കിടക്കുമ്പോ ഹബീബായ തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമാ. എന്താ മുത്തുനബിയുടെ ആഗ്രഹം എന്തെന്നറിയോ? മരിക്കാൻ കിടക്കുന്ന ഹബീബായ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? അല്ലാഹുവേ, കഴിഞ്ഞ 23 വർഷക്കാലമായല്ലോ അള്ളാന്റെ പ്രവാചകന്റെ 40 വയസ്സ് പൂർത്തിയായത് മുതൽ ഈ കഴിഞ്ഞുപോയ 23 വർഷക്കാലം എന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായപ്പോ, എന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടായപ്പോ, എന്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടായപ്പോ, എന്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ കടന്നു വന്നപ്പോ അല്ലാഹുവേ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒന്ന് കാണണമല്ലോ. അള്ളാന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ അവസാനത്തെ ആഗ്രഹം മുത്തുനബിയെ ഒന്ന് കാണണം റബ്ബേ. അല്ലാഹുവേ, എന്റെ അല്ലാഹുവേ, ജിബ്രീലിനെ ഒന്ന് കാണണമല്ലോ. കഴിഞ്ഞുപോയി 23 വർഷക്കാലം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ജിബ്രീലിനെ ഒന്ന് കാണണമെന്ന് മുത്തുനബി ആയിഷ ബീവിയുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്നും ആഗ്രഹിക്കുമ്പോ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. അള്ളാന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നു. സുദീർഘമായ ചരിത്രം ചുരുക്കട്ടെ. ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഹബീബായ തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, കാണണമെന്ന് ആഗ്രഹിച്ചതെന്താ? എന്താ കാണാനുള്ള ആഗ്രഹം തോന്നിയതെന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങള് ജിബ്രീലിനോട് ചോദിക്കുന്നു, യാ ജിബ്രീൽ, ഇനി നിന്റെ ജോലി എന്താ ജിബ്രീല്? ഇനി നിന്റെ ജോലി എന്താ ജിബ്രീല്? രാവിലെ 9 മണിക്കും 8 മണിക്കും 10 മണിക്കും വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഉസ്താദേ, എപ്പോഴാണ് ഇനി നിക്കാഹ് തീരുക? എപ്പോഴാണ് താലികെട്ട് തീരുക? എപ്പോഴാണ് ഇതിന്റെ ഭക്ഷണം കൊടുക്കുക? എപ്പോഴാണ് ഞങ്ങളെ പറഞ്ഞു വിടുക? എപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുക? മണിക്കൂറുകളോളമായല്ലോ ഈ സദസ്സിലിരിക്കുന്നു എന്ന് വിഷമിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഒരു നഷ്ടവുമില്ല സഹോദര. എത്ര നേരം നീ മജ്‌ലിസിലിരുന്നാലും ഈ മജ്‌ലിസിലിരുന്നതിന്റെ പവർ നാളെ മുതൽ നിന്റെ ജീവിതത്തിൽ കാണാൻ പോവുകയാ. ചിലപ്പോ നിന്റെ ജ്യേഷ്ഠന്റെ ആയിരിക്കാം, നിന്റെ അനുജന്റെ ആയിരിക്കാം, നിന്റെ അയൽവാസിയുടെ ആയിരിക്കാം, നിന്റെ കുടുംബക്കാരന്റെ ആയിരിക്കാം, നിന്റെ നാട്ടുകാരിയുടെ ആയിരിക്കാം. ആ നിക്കാഹിനാണ് നീ പങ്കെടുത്തതെങ്കിലോ വല്ലാഹി വല്ലാഹി മഹാനായ സയ്യിദ് അവരുടെ വീടിന്റെ ചാരത്തോ മണിക്കൂറുകളോളം ഇരുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നാളെ നിന്റെ ജീവിതത്തിലേക്ക് ബറക്കത്താ, നാളെ നിന്റെ ജീവിതത്തിൽ ഐശ്വര്യമാ, നാളെ നിന്റെ ജീവിതത്തിൽ സമാധാനമാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ അകത്തളങ്ങളിലും പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി അടുപ്പിനോടും കലത്തിനോടും മല്ലടിച്ച് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ ജീവിതത്തിൽ ഇനി സമാധാനമാ. കാരണം എന്തെന്നറിയോ? ജിബ്രീൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയുടെ ചാരത്ത് കിടക്കുന്ന ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് വന്നുകൊണ്ട് അള്ളാന്റെ പ്രവാചകന്റെ ജിബ്രീലിന്റെ നബിയുടെ ചോദ്യത്തിന് ജിബ്രീൽ മറുപടി പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇനി എന്റെ ജോലി എന്തെന്നറിയോ നബിയെ? അങ്ങ് ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണല്ലോ. ഇനി ഒരു പ്രവാചകൻ ഇവിടെ കടന്നു വരാനില്ലല്ലോ. പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയല്ല നബിയെ. ഇനി എന്റെ ജോലി എന്തെന്നറിയോ? ലോകത്തിന്റെ 140
രാഷ്ട്രങ്ങളിൽ 400-ൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ടല്ലോ നബിയെ. അങ്ങ് ഈ ലോകത്തോട് വിട പറഞ്ഞു ഈ മദീനത്തെ പള്ളിയുടെ ചാരത്തങ്ങ് പച്ചമണ്ണിൽ മലർന്നു കിടക്കുമ്പോ ലോകത്ത് എവിടെയെല്ലാം കിടന്നുകൊണ്ട് അങ്ങയുടെ മേൽ സലാത്ത് ചൊല്ലുന്നു. ആ സലാത്ത് വാങ്ങിക്കൊണ്ട് ഈ റൗളയിലേക്ക് കടന്നു വരല് എന്റെ ജോലിയാണെന്ന് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ മുത്ത് നബിയോട് പറഞ്ഞു. എങ്കില് ജിബ്രീൽ വന്ന സദസ്സിലാ ഞാനും നിങ്ങളും ഇരിക്കുന്നത്. അതുകൊണ്ട് ഉറക്കെ ചൊല്ലിക്കോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സഹോദര, ചിലപ്പോ നമ്മുടെ കുടുംബത്തിലായിരിക്കാം, ബന്ധുമിത്രാദികൾ പെട്ട മക്കളായിരിക്കാം. എന്നാൽ നിങ്ങൾക്കറിയോ 71 മക്കളെയാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ സയ്യിദ് അവറുകൾ ഇറക്കി വിട്ടത്. സ്വന്തം മക്കളെ പോലെ കഴിഞ്ഞോടാ നിനക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മഹലിന് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ നാട്ടില് കഴിഞ്ഞിട്ടുണ്ടോ? 5 വർഷങ്ങളെ കൊണ്ട് 71 മക്കളെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഇനിയും ഇനിയും ഈ സമുദായത്തിന് ഖിദ്മത്ത് ചെയ്യാൻ സയ്യിദ് അവറുകൾ ആരോഗ്യത്തോട് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഉറക്ക ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇന്ന് പുതിയാപ്പിളയായി പുതിയവണ്ണായി ഈ പന്തലിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ദമ്പതികളോട് പറയാ, മരണം വരെ നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ സയ്യിദ് അവറുകൾക്ക് മാത്രമല്ല, അവിടുത്തെ കുടുംബത്തിന് മാത്രമല്ല, ഇൻഷാ അല്ലാഹ് നിക്കാഹ് കഴിഞ്ഞ് ആ നിക്കാഹും കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പോകാൻ നേരത്ത് നിങ്ങളുടെ ശരീരത്തോട് ചേർന്ന് കിടക്കാൻ വേണ്ടി സ്വർണത്തിന്റെ ആഭരണങ്ങൾ നൽകുന്നു എങ്കിൽ അത് ഈ നാട്ടിലെ ഈ പല സ്ഥലങ്ങളിലുമുള്ള പാവപ്പെട്ട ജനങ്ങൾ സഹായിച്ചതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉറക്കെ ആ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമോ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബിയോട് പറഞ്ഞ, നബിയെ, അങ്ങ് ലോകത്തോട് വിട പറഞ്ഞാൽ അങ്ങയുടെ മേലെ സലാത്ത് ചെല്ലുന്ന സദസ്സിൽ ഞാൻ വരും നബിയെ എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി. കിട്ടോ സമാധാനം ഇല്ലോ? നിങ്ങൾ ചിന്തിച്ചു. നാളെ മുതൽ നിങ്ങളിപ്പോൾ ഇത്ര ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെയും സഹോദരിമാരെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആ എഴുന്നേൽപ്പിച്ച് നിർത്തിയതിൻ്റെ പുണ്യം ഞാൻ പറയാമെന്ന്. നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് തുടങ്ങുകയാണ്. ഇത്രയും നാളും 100 കണക്കിന് നിക്കാഹിന്റെ സദസ്സിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, വെറുതെ ഇവിടെ ഒന്ന് ചിന്തിച്ചു. രാവിലെ 9 മണിക്ക് ഞാൻ രാവിലെ സുബഹിസ്കാരവും കഴിഞ്ഞ് കുളിക്കാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതാ. എൻ്റെ പള്ളിയിൽ ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ സുബഹിസ്കാരം കഴിഞ്ഞ് ഇറക്കി പുറപ്പെട്ട് തങ്ങൾ പറഞ്ഞ് 9 മണിയാകുമ്പോഴത്തേട്ടും ഇങ്ങോട്ട് എത്തണമെന്ന് ഇന്നലെ വിളിച്ചു പറഞ്ഞേക്കണേ. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പാലപ്പുഴയിൽ നിന്ന് 9 മണിക്ക് ഞാൻ ഇവിടുന്ന് ഒരിക്കലും എത്തൂല. കാരണം 5:50 സുബഹിസ്കാരം തുടങ്ങാം. 6:11 ഞാൻ വാഹനം ഓടിച്ച് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഞാൻ വടക്കാഞ്ചേരി വന്നപ്പോഴാണ് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത്. കാരണം എന്തെന്നറിയോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇങ്ങനെയൊക്കെ നിലനിൽക്കുവാനൊക്കെ ഒരു കാരണമായത് ഈ കുടുംബമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ നിലയിലും ഖൈറും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാണ്. അല്ലാഹു ഖൈറും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കും. അവരുടെ പൊരുത്തവും അല്ലാഹു നമുക്കും നമ്മുടെ മുന്നു മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാണ്. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ രണ്ടാമത്തെ പ്രയോജനം മുത്തുനബിയുടെ കുടുംബത്തിന്റെ സദസ്സില, മുത്തുനബിയുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ വീടിന്റെ ചാരത്താ ഞാൻ നിങ്ങൾ ഇരിക്കുന്നത്. നാളെ ഈ ഇരിക്കുന്ന കസേര നിനക്ക് സാക്ഷി പറയും. കാരണം എന്തെന്നറിയോ, അള്ളാന്റെ പ്രവാചകൻ പറയാ, ഇനി ഏതൊരു സദസ്സിൽ ചെന്നാലും എവിടെ മുത്തുനബിയുടെ പേര് ഞാനും നിങ്ങളും കേട്ടാലും, എവിടെ നിന്ന് ആരെല്ലാം ഹബീബായ തങ്ങളെ പറയുന്നത് കേട്ടാലും ആവേശത്തോടുകൂടി സലാത്ത് ചെല്ലാൻ പറയുന്നതിന്റെ രണ്ടാമത്തെ കാരണം എന്തെന്നറിയോ, അള്ളാന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ സലാത്ത് ഒരു മനുഷ്യൻ ചെല്ലുമ്പോ ആ സലാത്ത് കേൾക്കുന്ന ജീവനുള്ള വസ്തുക്കളുണ്ടല്ലോ, ജീവനില്ലാത്ത വസ്തുക്കളുണ്ടല്ലോ എന്ന് വെച്ചാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാര്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, നിങ്ങളിരിക്കുന്ന കസേരയുണ്ടല്ലോ, നിങ്ങൾ ചവിട്ടിയിരിക്കുന്ന മണ്ണുണ്ടല്ലോ, നിങ്ങൾ ഈ സലാത്ത് ചെല്ലുമ്പോ ഏത് ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും ഈ സലാത്ത് കേൾക്കുന്നുണ്ടോ, നാളെ പാരാവാരം പോലെ പരന്നൊഴുകുന്ന പരിസരം പാവികളുടെ നടുവില് പാതയെ നഷ്ടപ്പെട്ട് പതികനെ പോലെ പരിഭ്രാന്തിപ്പെട്ട് പകച്ചു നിൽക്കുന്ന മഹ്ശറയുണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്ന് ഈ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഈ നട്ടുച്ച സമയത്ത് പോലും ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിലോ 14,95,96,906 കിലോമീറ്റർ അകലെയല്ലേ ഇന്ന് സൂര്യൻ നിൽക്കുക. ഒരു സെക്കൻഡിൽ 1.5 ലക്ഷം സെന്റിഗ്രേഡിലാണ് ഈ സൂര്യൻ കത്തിജ്വലിക്കുന്നതെങ്കിലോ, ഈ ഭൂമിയേക്കാൾ 38,000 പിണ്ടവലിപ്പമുണ്ടെങ്കിലോ, ലോകത്തിലെ
ഏറ്റവും വലിയ ആണവ നിലയമായ ഈ സൂര്യനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെയും നിങ്ങളുടെയും തലയുടെ മുകളിലോ ഒരു ജാനുയരത്തിൽ ഉദിപ്പിച്ചു നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യപ്പെടുന്ന മഹ്ശറ എന്ന് പറയുന്ന റബ്ബിന്റെ വിചാരണ കോടതിയുണ്ടല്ലോ. ഈ സലാത്ത് ആവേശത്തോടുകൂടി നീ ചൊല്ലിയെങ്കിലോ നാളെ മഹ്ശറയിലേക്ക് നിന്റെ സലാത്ത് കേട്ട ജീവനുള്ള വസ്തുക്കളോ നിന്റെ സലാത്ത് കേട്ട ജീവനില്ലാത്ത വസ്തുക്കളോ അത് മുഴുവൻ മഹ്ശറയിലേക്ക് കടന്നു വന്ന് അല്ലാഹുവിനോട് പറയും, അല്ലാ ഈ മനുഷ്യൻ സലാത്ത് ചൊല്ലിനബ് എന്റെ നബി മുത്തുനബിയുടെ മേല് സലാത്ത് ചൊല്ലിയത് ഞങ്ങൾ കേട്ടു അല്ലാ, അതുകൊണ്ട് ഈ മനുഷ്യന് സ്വർഗം കൊടുക്കണേ എന്ന് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നമ്മുടെ സലാത്ത് ചൊല്ലിയ വസ്തുക്കളോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു സലാത്ത് ചെല്ലാൻ ഒരു പ്രചോദനമാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വിഷയം തീർക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹം കഴിക്കാൻ പോകുന്ന വിവാഹിതരായിട്ടുള്ള ഇനി വിവാഹിതരാകാൻ പോകുന്ന നവദമ്പതിമാരോടും വിവാഹം കഴിച്ചിട്ട് താടിമുടിയൊക്കെ നരച്ചു അല്ലേ, താടിമുടിയൊക്കെ നരച്ച വയസ്സായി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവ് എവിടെയാ കിടക്ക വേറെ നമ്മുടെ നാട്ടിലെ പതിവ് വാപ്പാടെ മുടി നരച്ച ഉമ്മാടെ മുടി നരച്ച വാപ്പായും ഉമ്മായും കിടക്കണ റൂമിൽ കൊണ്ടുപോയി 2 കട്ടിലിട്ട് കൊടുക്കും. ഇല്ലേ ഇല്ലേ അങ്ങനെ ഇല്ല, ഒന്നിച്ച അൽഹംദുലില്ലാ മരണം വരെ നിലനിർത്തട്ടെ. ഒന്നാമീൻ പറ സഹോദരങ്ങളെ, അള്ളാഹു നിലനിർത്തട്ടെ. എപ്പോഴും മരിച്ചു കിടക്കുമ്പോൾ ഒരുമിച്ച് കിടക്കണേ. ജീവിച്ചിരിക്കുമ്പോ രണ്ടിനെയും 2 സ്ഥലത്തുണ്ടേ കിടത്തും. അല്ലേ, വയസ്സായി കഴിഞ്ഞാൽ വാപ്പാനും ഉമ്മാനും ഒറ്റ റൂമിൽ 2 കട്ടലയില് അങ്ങനെ മൂലക്ക് എങ്ങും മൂലക്ക്. വാപ്പ ആദ്യം മരിച്ചു, ഉമ്മ മരിച്ച്, രണ്ടാമതാ മരിച്ചെങ്കിൽ പള്ളിയുടെ കമ്മിറ്റിക്കാരെടുത്തത് എന്റെ വാപ്പാടെ കബറടക്കി കൊടുത്ത് തന്നെ എന്റെ ഉമ്മാക്ക് കബർ വേണം. അപ്പൊ എന്ത് നീ അടുത്തുണ്ടേ കബറടക്കണേ? ജീവിച്ചിരിക്കുമ്പോ അവർ അടുത്തെടുത്താൻ സമ്മതിക്കൂല. മരിച്ചിട്ട് വാപ്പായ ഉമ്മായ ആദ്യം മരിച്ചു കഴിഞ്ഞാൽ വാപ്പ മരിച്ച കബറിന്റെ ചാരത്തിൽ കൊണ്ട് ഉമ്മായുടെ കബർ കൊടുക്കണം. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാ കുടുംബജീവിതം ആകണ്ടേ? ഇപ്പൊ ഈ കഴിഞ്ഞ നടക്കാൻ പോകുന്ന ഈ 15 പുതിയാപ്പിളമാര്, ഈ 15 പുതിയാപ്പിളമാര് അവർക്ക് വസ്ത്രം അലക്കാൻ അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ പറഞ്ഞു, അതെ ഇനി എനിക്ക് ഡ്രസ്സ് അലക്കാനൊന്നും പറ്റൂല, വേണി ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരെ. ഇങ്ങനെ വിളിച്ചാണോ? ഞാൻ അവരുടെ അടുത്ത് വയ്ക്കല്ല, നിങ്ങളുടെ അടുത്ത് വയ്ക്കണോ? അങ്ങനെയാ? അപ്പൊ അങ്ങനെയാന്നും പറഞ്ഞോടല്ലോ. അപ്പൊ ഉപ്പായ വാപ്പായൊക്കെ സംബന്ധം തന്നേക്കണേ. കല്യാണം കഴിക്കണ സമയമായപ്പോ വാപ്പ പറയാ, ഇനി ഉമ്മ പറയാ വസ്ത്രം കഴുകാനൊന്നും പറ്റൂല, ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ പോയപ്പോ പറഞ്ഞു വിളിച്ചോണ്ടിരുന്നല്ല. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യാ മഅ്ശറ ശബാബ്, ഓ യുവാക്കളെ, മനിസ്തതഅ മിൻകുമുൽ ബാഅത, നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിവുണ്ടെങ്കിൽ, വിവാഹം കഴിക്കാൻ കഴിവെന്ന് വെച്ചാ മഹർ കൊടുക്കാനും അവൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാനും അവൾക്ക് ഭക്ഷണത്തിനുള്ള അവസരങ്ങൾ കൊടുക്കാനും അവളെ നോക്കാനുമുള്ള കഴിവ് നിനക്കുണ്ട് എങ്കിൽ നീ എന്ത് ചെയ്തോ? വിവാഹം കഴിച്ചു. ഫൈലം യസ്തതിയ, മഹർ വാങ്ങാൻ കഴിവില്ലെങ്കിൽ, മഹർ വാങ്ങാൻ നമ്മുടെ നാട്ടിൽ മഹർ ഇപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. പുതിയണ്ണിന്റെ വീട്ടിൽ നിന്ന് വാങ്ങുന്നതായ പൈസ കൊടുത്തിട്ട് മഹർ വാങ്ങുന്നവർ ചൊക്കന്മാരാ ഭൂരിഭാഗം, അല്ലേ? അതിനെന്താരും തലയാട്ടാത്ത? അതിനാരും തലയാട്ടണില്ല. പുതിയണ്ണിന്റെ ഇപ്പൊ ചില മഹറൊക്കെ എടുത്തിട്ട് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ വാപ്പാടെ ബ്ലഡിന്റെ ഗ്രൂപ്പ് അറിയാൻ പറ്റും. കാരണം ആ പെണ്ണിന്റെ ആപ്പ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് ചോര നീരാക്കിയ സമ്പത്ത് ഇതാണ് ചെറുക്കം കൊണ്ടുപോയിട്ട് എന്താങ്ങണത്? മഹർ വാങ്ങണത്. അങ്ങനെ മഹർ വാങ്ങി ഏതെങ്കിലും ചക്കന്മാരെന്റെ സദസ്സിലുണ്ടെങ്കിൽ കൈ പൊക്കൂലെന്നറിയാം. അവനോട് ഞാൻ പറയാം, പൊന്നുപോനെ നീ നട്ടല്ലില്ലാത്തവനാണ്. മഹർ വരെ നീ കടം വാങ്ങിയിട്ടടാ മേടിച്ചു കൊടുത്തത്. നിനക്ക് കഴിവുണ്ടെങ്കിലേ വിവാഹം കഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ നിനക്ക് നോമ്പ് പിടിച്ചോളാനാണ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അങ്ങനെ ഈ വിവാഹത്തിലേക്ക് കയറി നടക്കുന്ന ഈ പുതിയ പെണ്ണിനോടും ഈ പുതിയാപ്പിളയോടും വിവാഹം കഴിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും എന്തിനാ വിവാഹം കഴിക്കണേ? ആരെങ്കിലും ഒരാൾ മറുപടി പറയും. എന്തിനാ വിവാഹം കഴിക്കണേ? ഒരു കുടുംബം ഉണ്ടാകാനാന്ന് കുറച്ച് ആൾക്കാർ പറയും. അല്ല ഉസ്താദെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തോട്ട് വരുമ്പോ ആ പണിയെടുക്കല് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ കാലിനൊത്തിട്ട് തിരുമ്മി തരാൻ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ, എൻ്റെ വസ്ത്രം കഴുകി തരാൻ, അതിനു വേണ്ടിയാന്ന് കുറച്ച് ആൾക്കാർ മറുപടി. കുറെ ആൾക്കാർ ഒരു ഉസ്താദെ വയസ്സായിട്ട് കിടക്കുമ്പോ എനിക്ക് ഇച്ചിരി കഞ്ഞിയും വെള്ളം തരുന്ന ഒരു മക്കളുണ്ടാവാൻ വേണ്ടിയാണ് പെണ്ണ് കെട്ടിയെന്ന് പറയും. ചിലവര് പറയും എന്തേ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഒന്നാമീൻ പറ. അവിടെ ഒരു അപകടം നടന്നതാ. ഇനി എഴുന്നേറ്റ് ആരും പോണ്ട. പോയിട്ടുണ്ട് 150 ആൾക്കാർ പോയിട്ടുണ്ട്. ഇനി ഇവിടെ ഇരിക്കുമ്പോൾ എഴുന്നേറ്റ് പോണ്ട. റഹ്മാനായ റബ്ബ് കാക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പോ ചിലവർ അങ്ങനെയൊക്കെ പറയും. എന്നാൽ അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട് എന്തിനാ വിവാഹം കഴിക്കണേ. അത് ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചോളാം. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാര്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ് എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്ന്. എല്ലാ സൗകര്യത്തോടു കൂടിയുമാണ് മഹാനായ അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലാണല്ലോ ആദം നബിയെ സൃഷ്ടിച്ചത്. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്ത് ഭക്ഷണം ആഗ്രഹിച്ചോ അത് മുഴുവൻ ആദം നബിയുടെ മുമ്പിലുണ്ട്. ഒരു പണിക്കും പോകണ്ട, ഒരു ജോലിക്കും പോകേണ്ട, ഒരു വഖത്ത് നിസ്കാരം പോലുമില്ല, ഒരു ദിവസം പോലും നോമ്പനുഷ്ഠിക്കണ്ട, ഒരു കാര്യവും ചെയ്യാതെ എല്ലാ സുഖങ്ങളോടുകൂടിയും മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ താമസിക്കുന്ന സമയത്തല്ലേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു സമയത്ത് ആദം നബിയെ നോക്കുമ്പോ ആദം നബിയുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമമാ. അല്ലാഹു ചോദിച്ചു, ആദമേ എന്താടാ നിന്റെ മുഖത്തൊരു വിഷമമുണ്ടല്ലോ, മനസ്സിനൊരു പ്രയാസമുണ്ടല്ലോ, എന്തേ ആദമേ ഈ സ്വർഗത്തിൽ ജീവിച്ചു മടുത്തോ? ആദമേ എന്തേ നിനക്ക് ഈ വിഷമത്തിന്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ കാര്യം പച്ച മലയാളത്തിൽ പറഞ്ഞ, അല്ലാഹുവേ ഒറ്റയ്ക്ക് നടന്നു മടുത്തല്ലാ, എന്തെല്ലാം സുഖങ്ങളുണ്ടെങ്കിലോ, എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലോ, എന്തെല്ലാം ആർഭാടങ്ങളുണ്ടെങ്കിലോ അല്ലാഹുവേ ഈ സ്വർഗത്തിൽ ഒറ്റയ്ക്ക് നടന്നു മടുത്തല്ലാ, എനിക്കൊരു ഇണ വേണം റബ്ബേ. വർഷങ്ങളോളം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ ജീവിച്ചിട്ട് പോലും ഇണയില്ലാത്തതിന്റെ പേരിലോ ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു എന്ന് റബ്ബിനോട് പറഞ്ഞപ്പോഴല്ലേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബിക്ക് ഹവ്വ എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട പൊന്നുമ്മയെ സൃഷ്ടിച്ചു കൊടുത്തതെങ്കിലോ, അങ്ങനെയാണ് ആദമിന് സന്തോഷമുണ്ടായതെങ്കിലോ അള്ളാന്റെ ഖുർആൻ പറയുകയാ വിവാഹം കഴിക്കുന്നത് എന്തിനെന്നറിയോ? ലിതസ്കുനു ഇലൈഹാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് വെട്ടുകൊണ്ട് വീടിന്റെ പരിസരങ്ങളിലോ, നാടിന്റെ പരിസരത്തുള്ള ടൗണുകളിലോ, അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ പോയി പെടാപ്പാട് വെട്ടുകൊണ്ട് വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു വരുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ നിനക്ക് സമാധാനമുണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? അൽഹംദുലില്ലാഹ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടുപെട്ടിട്ട് വൈകുന്നേരം സമയമായി കഴിയുമ്പോ വീട്ടിലേക്ക് വരുമ്പോ വാതിൽ തുറന്നു വരുന്ന ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ എല്ലാ വിഷമം അങ്ങോട്ട് പോണം. ഈ വിഷമം എപ്പോഴാണെന്ന് അറിയാം? ആ സന്തോഷം എപ്പോഴാണെന്ന് മനസ്സിലായോ? ഇന്ന് ഈ പുതിയാപ്പിളയും പുതിയണ്ണും ആവുന്നവര് നാളെ വൈകുന്നേരം ഇവരുടെ നാട്ടിലെ പള്ളിയിലെ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തേട്ട് ഇറങ്ങുമ്പോൾ അവരുടെ കൂട്ടുകാരന്മാർ വിളിക്കും, എടാ അവിടെ നിൽക്ക്, നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോവാൻ. ഇപ്പൊ ഒരു പറയുമില്ല, ഞാൻ പോവാ, പുതിയ അവിടെ കാത്തിക്കുവാ. അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞവരല്ലേ? ഇന്നലെ വീട്ടിൽ കയറിയപ്പോഴാ
ഇന്നലെ നിങ്ങൾ വീട്ടിൽ കയറിയപ്പോഴാ, ഇവര് നാളെ സുവിശേഷകാരം കഴിയുമ്പോഴത്തേട്ടും വീട്ടിൽ കയറും. നിങ്ങൾ ഇന്നലെ വീട്ടിൽ കയറിയപ്പോഴാ. അള്ളാന്റെ ഖുർആനാ പറഞ്ഞ സഹോദര, എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും തമാശക്ക് പറഞ്ഞതല്ല, മനസ്സിലാക്കിക്കോ ഞാനും നിങ്ങളും. എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും, എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്രമാത്രം പ്രയാസങ്ങളുണ്ട് എങ്കിലും എല്ലാ പ്രയാസങ്ങളും മാറും നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ എന്ന് അള്ളാന്റെ ഖുർആൻ. എന്തേ കിട്ടാത്ത? അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് കള്ള? അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് കള്ള? അതല്ല, അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് ഒരിക്കലും കള്ളമായതല്ല. വേണ്ടിവരില്ല. നമ്മൾ തോന്നിയതുപോലെ ജീവിച്ചത് കൊണ്ടാ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ സന്തോഷം ഉണ്ടാകാത്തത്. ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിന്റെ പുറത്ത് ഏറ്റവും നല്ല പെണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല പെണ്ണേതെന്നറിയോ? ഹബീബായ തങ്ങൾ പറയുകയാണ്, നല്ല വെളുത്ത പെണ്ണല്ല, ഏറ്റവും നല്ല സൗന്ദര്യമുള്ള പെണ്ണല്ല, ഏറ്റവും നല്ല പെണ്ണ് ഹബീബായ തങ്ങൾ പറയുന്നു, ഖൈറുൻ നിസാ, ഈ ദുനിയാവിന്റെ പുറത്ത് ഏറ്റവും നല്ല പെണ്ണേതെന്നറിയോ? ഇദാ നദറത് ഇലൈഹാ, പ്രിയപ്പെട്ട ഭർത്താവ് അവളുടെ ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ അവൾക്ക് കഴിവുണ്ടോ? സന്തോഷിപ്പിക്കുന്നവളാണോ? അവളാണ് ദുനിയാവിന്റെ പുറത്ത് ഏറ്റവും നല്ല പെണ്ണെന്ന് ഹബീബന മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ ഭാര്യയുടെ മുഖത്തേക്കുമ്പോ ഭാര്യ, സഹോദരിമാര് ചിന്തിച്ചോ, ഭർത്താവ് വൈകുന്നേരം വരുന്ന സമയത്ത് ഭർത്താവിന്റെ മുഖത്തേട്ട് നോക്കുന്ന സമയത്ത് ഭർത്താവ് നിന്റെ മുഖത്തേട്ട് നോക്കുമ്പോ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ സമാധാനവും സന്തോഷം ഉണ്ടാക്കണം. അങ്ങനെയുള്ള പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി. ചില ഭർത്താക്കന്മാര് തലയാടിക്കൊണ്ട് പറയാ, പറഞ്ഞു കൊടുക്കും വലിയാരേ പറഞ്ഞു കൊടുക്കും. ചിലര് തലയാട്ടിക്കൊണ്ട് പറയണത് ഞാനിവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പൊ അവരുടെ ഭാര്യമാർ ഇവിടെ ഉണ്ടെന്നാ മനസ്സിലാവണത്. അതേ നാണയത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല ചെറുക്കനേതാ? ഏറ്റവും നല്ല പെണ്ണിനെ മാത്രമല്ല ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഏറ്റവും നല്ല ചെറുക്കനെ കുറിച്ചും അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല ചെറുക്കനേതെന്നറിയോ? തന്റെ കുടുംബത്തിനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് അവൻ ഏറ്റവും നല്ല ചെറുക്കനെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ദേഷ്യം വന്നപ്പോ ഭാര്യയുടെ വാപ്പാക്ക് എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്? ആങ്ങളക്ക് എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്? നിന്റെ ആങ്ങള ഉണ്ടോന്നാണ് ഇവിടെ അല്ലേ ചോദിക്കുന്ന ചോദ്യം അതാ. നിന്റെ വാപ്പ ഉണ്ടാക്കിയിട്ടതാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സന്തോഷാർത്ഥം പറഞ്ഞേക്ക, നിന്റെ ഭർത്താവ് എങ്ങാനും വാപ്പാക്ക് വിളിച്ച് അതങ്ങനെ കേട്ടോണ്ടിരുന്നോളാ. ഒരിക്കലും നിന്റെ ഭർത്താവിനെ നിന്റെ വാപ്പാക്ക് കേൾക്കൂല, വിളിക്കുന്നവന്റെ ഭർത്താവിന്റെ വാപ്പാക്ക് ഏത് കേൾക്കൂല. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു സംഭവങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, നബിയെ, സഹാബ, ഒരു കാലഘട്ടം വരാനുണ്ട്, അവർ അവരുടെ വാപ്പമാരെ ചീത്ത പറയുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സഹാബത്തിന് അത്ഭുതമായി. വാപ്പാനെ ചീത്ത പറയണ മക്കളോ? ഇന്നത്തെ കാലഘട്ടത്തിലല്ല, 2024 ഡിസംബർ 31 രാവിലെ മുതൽ വൈകുന്നേരം വരെ മലയാള മനോരമ കേരളത്തിലങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളില് നൂറുകണക്കിന് ആളുകളുടെ സർവേ എടുത്ത് 2024 ഏറ്റവും കൂടുതൽ ജനം സംസാരിച്ച വാക്ക് ഏതെന്നറിയോ? ഏതാ വാക്ക്? തന്ത വൈബ്. 2024 നമ്മൾ വിചാരിക്കും ഇതൊക്കെ സംസാരിച്ച വാക്കാണോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെട്ട 2024 വാക്ക് 2025 ജനുവരി 1 മലയാള മനോരമ കേരള ജനതയോട് പറഞ്ഞു കൊടുത്തത് തന്ത വൈബെന്നാണ്. വാപ്പാക്ക് വിളിക്കുന്ന മക്കളുണ്ടാവുന്നു. അള്ളാന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുകയായ റസൂലല്ലാഹ്, സ്വന്തം ഉപ്പയെയും ഉമ്മയെയും കളിയാക്കപ്പെടുന്ന, വാപ്പയെയും ഉമ്മയെയും ചീത്ത പറയുന്ന മക്കളുണ്ടാകുന്ന കാലഘട്ടം ഉണ്ടാകുമോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുമ്പോ ആ സഹാബത്തിനോട് മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാര്, സഹോദരങ്ങള്, നിന്റെ ജീവിതത്തിൽ നിന്റെ കൂടെ ഇറങ്ങി വന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പാക്ക് വിളിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ ഭരണപ്പെട്ട പള്ളിക്കാടിന്റെ 6 അടി മണ്ണിൽ കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഉപ്പയെയാണ് നീ വിളിച്ചത് എന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി.
ഭാര്യയുടെ വാപ്പാക്ക് വിളിച്ചാൽ സ്വന്തം വാപ്പാക്ക് വിളിക്കുന്നത് പോലെയാണെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി. നിന്നെ ആരെങ്കിലും വാപ്പാക്ക് വിളിച്ചാൽ മിണ്ടായിരുന്നാൽ അത് ഒരു കുഴപ്പമില്ല. റോട്ടിൽ കൂടെ പോകുമ്പോ ഞാൻ ഇടിച്ചത് എന്റെ വാപ്പാക്ക് വിളിച്ചിട്ടാന്ന് പറയും. നമ്മൾ പറയാറുള്ള വാക്കതാ, നീ എന്തിനാണ് അവനെ പിടിച്ച് ഇടിച്ചത്? അവനെന്റെ തന്തയ്ക്ക് വിളിച്ചേ, പിന്നെ ഞാൻ കൊടുക്കാതിരിക്കണോ? ആരെങ്കിലും തന്തയ്ക്ക് വിളിച്ചാൽ മിണ്ടാതെ അങ്ങോട്ട് പോയേക്കാ. അവന്റെ തെറ്റ് ചെയ്ത നാവ് കൊണ്ടാ നമ്മുടെ വാപ്പാക്ക് വിളിച്ചെങ്കിൽ നമ്മുടെ ചുമലിലിരുന്ന് അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവന്റെ വാപ്പാക്ക് വിളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സഹാബ് ഒരാളിങ്ങനെ കളിയാക്കി കൊണ്ടിരുന്നപ്പോ അള്ളാന്റെ പ്രവാചകൻ ഇങ്ങനെ ചിരിക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ സഹാബത്ത് മുത്തനബി ചിരിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്ഷമ അങ്ങോട്ട് കെട്ട് കഴിഞ്ഞപ്പോ തിരിച്ചൊരു വർത്താനം പറഞ്ഞു. അള്ളാന്റെ പ്രവാചകൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഓടിച്ചെന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ എന്നെ ചീത്ത പറയുന്ന കേട്ടപ്പോ അങ്ങ് ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ, കാരണം എന്തേ? ഞാൻ തിരിച്ചൊന്ന് മറുപടി പറഞ്ഞപ്പോ അങ്ങ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയല്ലോ, കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ പ്രവാചകനോട് ഹബീബായ തങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞു കൊടുത്തു, അബൂബക്കറിനോട് പറഞ്ഞു കൊടുത്തു, ഓ അബൂബക്കറെ, നീ മിണ്ടാതിരുന്ന മനുഷ്യന്റെ ചീത്ത കേട്ടുകൊണ്ടിരുന്നപ്പോ നിന്റെ രണ്ട് ചുമലിലിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ആ മനുഷ്യനെ ചീത്ത പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ടാണ് അബൂബക്കറെ ഞാൻ ചിരിച്ചത്. നീ ആ മനുഷ്യന് മറുപടി കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കയറിപ്പോയെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു സഹോദരന്മാരും ഒരാളുടെയും വാപ്പാക്കും ഉമ്മാക്കും വിളിച്ചേക്കരുത്. വിളിക്കോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു അങ്ങനെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ തൗഫീഖ് നൽകുമാറാണ്. അങ്ങനെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഞാൻ ചുരുക്കാൻ, അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പൊ നിങ്ങളോർക്ക് ഇത് എപ്പോഴും നിർത്തുന്നു, കറക്റ്റ് 3 മണിക്ക് ഉപ്പ ഇവിടെ വരും. അപ്പത്തേട്ട് എന്റെ പരിപാടി ഞാൻ തീർക്കും. ഉപ്പ അവിടെ വന്ന വാഴി ഞാൻ ഇവിടെ നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത പ്രാവശ്യം ഇതേപോലെ നിക്കാഹിൽ പങ്കെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ സഹായിച്ച ഈ മക്കൾക്ക് വിവാഹത്തിന് വേണ്ടിയുള്ള വസ്ത്രത്തിനും അതുപോലെ തന്നെ അതിൻ്റെ ആഭരണങ്ങൾക്കും ഇവിടുത്തെ ഭക്ഷണത്തിനും ഈ പന്തലിനും ഇന്ന് വേണ്ട ഇതിനെല്ലാത്തിനും ആരെല്ലാം സഹായിച്ചതിൽ ആരെങ്കിലുടെയും കുടുംബത്തിൽ ആരൊക്കെ മരണപ്പെട്ട് ഏതെല്ലാം പള്ളിക്കാട്ടി കിടക്കുന്നു, റഹ്മാനായ റബ്ബേ, ഈ 100 കണക്കിന് മുത്തുമുഅ്മിനീങ്ങളുടെ ദുആഇന്റെ ബറക്കത്ത് അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, എത്തിച്ചു കൊടുക്കണേ പടച്ചോനെ. ഇതാ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പുണ്യം. അള്ളാന്റെ പ്രവാചകന്റെ അടുക്കൽ ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഹബീബായ തങ്ങളുടെ അടുക്കൽ അത് 2 പേർക്കും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ആദ്യം സന്തോഷം ഉണ്ടാകാനുള്ള വർത്താനം ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു തന്നതിന്റെ പേരിൽ ഇനി സഹോദരന്മാർക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാം. അള്ളാന്റെ പ്രവാചകന്റെ അടുക്കൽ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരാം. മക്കത്ത് വച്ചാൻ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതകാലത്താണ്. മരണപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഖദീജ ബീവി ഈ ലോകത്തോട് വിട പറയുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മഹാനായ ജിബ്രീൽ കടന്നു വന്നുകൊണ്ട് അള്ളാന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഭാര്യയായ ഖദീജയുണ്ടല്ലോ നബിയേ, ആ ഖദീജയോട് അല്ലാഹു സലാം പറഞ്ഞു വിട്ടിരിക്കുന്നു നബിയേ. ആലോചിച്ചു നോക്കി, ആരാ സലാം പറഞ്ഞു വിട്ടെ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സലാം പറഞ്ഞു വരണേ. മുത്തുനബിക്ക് വല്ലാതെ അത്ഭുതമായി. എന്റെ ഭാര്യയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം പറഞ്ഞു വിടണമെങ്കിൽ നമ്മളറിയുന്ന ഏതെങ്കിലും തങ്ങന്മാര്, ഏതെങ്കിലും സയ്യിദന്മാര്, ആ സയ്യിദന്മാരുടെ അടുക്കലേക്ക് നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ നാട്ടുകാരോ കടന്നു ചെന്നു. അവരോടുകൂടി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ നമ്മെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കുടുംബക്കാരോ വീട്ടുകാരോ നാട്ടുകാരോ ആ സയ്യിദവരുടെ അടുക്കൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോരാ നേരത്ത് ആ സയ്യിദവറുകൾ പറയും, നിങ്ങീട്ട് നാട്ടിൽ ചെല്ലുമ്പോൾ എന്റെ കൂട്ടുകാരനായ ഇന്നയാളുടെ ഇടയ്ക്കൽ എന്റെ സലാം പറഞ്ഞയക്കണേ, സലാം പറയണേ എന്ന് പറഞ്ഞു വിടുന്നത് പോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹദിയായ ബീബി ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി സലാം പറഞ്ഞു വിടുകയാ. മഹാനായ പ്രവാചകൻ ഖദീജയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു, ചാരത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് ഖദീജയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ,
അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ പ്രവാചകൻ അത്ഭുതമാവുകയാ. റബ്ബേ, തന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാ. റബ്ബുൽ ഇസ്സത്തല്ലേ സലാം പറഞ്ഞു വിട്ടത്. എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കാണല്ലോ ഈ പുണ്യം കിട്ടിയത്. എന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ പുണ്യം കിട്ടാ ഖദീജ ജീവിതത്തിൽ ചെയ്ത പുണ്യം എന്താ? അല്ലോ, മഹാനായ പ്രവാചകനെ നിന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. റബ്ബേ, ഖദീജ ചെയ്ത പുണ്യം എനിക്കറിയണോ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളോട് അത് പറഞ്ഞു കൊടുക്കണോ. എന്റെ ഫാത്തിമയോട് പറയണോ, എന്റെ റുഖിയോട് പറയണോ, എന്റെ ഉമ്മു കുൽസൂമിനോട് പറയണോ. അവരുടെ ജീവിതത്തിലും ഇവർ ചെയ്യണോ. അവരുടെ ജീവിതത്തിലും ഇത് ചെയ്ത് അള്ളാന്റെ സലാമേറ്റു വാങ്ങണോ. അള്ളാന്റെ പ്രവാചകന് വല്ലാത്ത ആഗ്രഹമാ. ആ സമയത്തല്ലേ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. രണ്ടാമത് കടന്നു വന്നു മുത്തുനബിയുടെ അടുക്കലേക്ക്. എന്നിട്ട് അള്ളാന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോ ഹബീബായ തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, ഖദീജക്ക് അല്ലാഹു സലാം പറഞ്ഞു വിട്ടല്ലോ. ഖദീജക്ക് അല്ലാഹു സലാം പറഞ്ഞു വിട്ടല്ലോ. അതിന്റെ കാരണം എന്താ ജിബ്രീൽ? എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറഞ്ഞ വാക്കേതെന്നറിയോ? ആവേശത്തോടു കൂടി ഈ നടക്കുന്ന 15 വരോളം വരുന്ന പുതിയ ആപ്പിളയുമാരുടെ പുതുവെണ്ണുമാരുടെ നിക്കാഹ് കാണാ. അവരുടെ വിവാഹത്തിന്റെ നിക്കാഹിന് സാക്ഷിയാകാൻ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാ. അള്ളാന്റെ പ്രവാചകനോട് ഖദീജ, അള്ളാന്റെ പ്രവാചകനോട് ജിബ്രീൽ പറഞ്ഞ വാക്കെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഖദീജ ഇങ്ങനെ കിട്ടാൻ, ഖദീജക്ക് ഈ സ്ഥാനം കിട്ടാൻ ഖദീജ ജീവിതത്തിൽ കൂടുതൽ ഖുർആൻ ഓതിയത് കൊണ്ടല്ല, കൂടുതൽ നിസ്കരിച്ചത് കൊണ്ടല്ല, കൂടുതൽ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ടല്ല. ഖദീജ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പുണ്യമേതെന്നറിയോ? യാ റസൂലല്ലാഹ്, ഖദീജ ചെയ്ത പുണ്യമേതാ? കഴിഞ്ഞ 25 വർഷമായില്ല നബിയേ, ഖദീജ അങ്ങയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ജീവിതത്തിൽ ഇതേവരെ അങ്ങയുടെ ശബ്ദത്തെക്കാൾ ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല നബിയേ. ഇതുകൊണ്ടാണ് അള്ളാന്റെ സലാം അങ്ങയുടെ ഭാര്യയായ ഖദീജക്ക് കിട്ടിയതെന്ന് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ചിന്തിച്ചോ, സ്വന്തം ഭർത്താവിന്റെ ശബ്ദത്തെക്കാൾ എന്റെ ശബ്ദം ഉയരാൻ പാടില്ല. ഇപ്പൊ ചില സഹോദരിമാരൊക്കെ ചിന്തിക്കും, ഉസ്താദ് എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? അല്ലേ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ നിനക്ക് സ്വർഗം കിട്ടും. നിനക്കെന്നല്ല, ഉസ്താദ് പറഞ്ഞു, ഭാര്യയുടെ ഭർത്താവിന്റെ പൊരുത്തം ഉണ്ടെങ്കിലേ എന്തിട്ടോളൂ. ആർക്ക്? ഭാര്യക്ക്. എന്നാ മുത്തുനബി അതിന്റെ മറുപടിയൊന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ കേട്ടേക്കണ എന്താ? ഭർത്താവിന്റെ മൂക്കിലൂടെ ഒലിച്ചു വരുന്ന ചീഞ്ചലം ഭാര്യ അവളുടെ നാവ് കൊണ്ട് നക്കി തുടച്ചാ പോലും ഭർത്താവിനോടുള്ള കടമ തീരൂല, അല്ലേ? എന്നാ പറയുന്നു, നിന്റെ കൂടെ ഇറങ്ങി വന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോഴല്ലേ അവള് നിന്റെ കൂടെ ഇറങ്ങി വന്നത്? നിന്റെ ഭാര്യ ആരെന്ന് ചിന്തിച്ചു നോക്ക്. കുനിച്ചു പിടിച്ചിരിക്കുന്ന ഭർത്താക്കന്മാരെ, ഭാര്യനെ കുനിച്ചു പിടിച്ചിരിക്കണ്ടല്ലോ, ഇല്ല നല്ല ചീത്ത പറയണ്ടല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോഴല്ലേ അവള് നിന്റെ കൂടെ ഇറങ്ങി വന്നത്? എന്താ നീ പറഞ്ഞ വാക്ക്? ഖബിൽതു, ഞാൻ സ്വീകരിച്ചു. ആ പറച്ചിലിന് മുമ്പ് ആ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പ ആ ഉള്ളംകൈ നിന്റെ ഉള്ളംകൈയിലേക്ക് ചേർത്ത് വച്ചിട്ടാ നിക്കാഹ് കഴിച്ചു കൊടുക്കണേ, അല്ലേ? നീ നിക്കാഹ് കഴിച്ചപ്പോ നിന്റെ വലത്തെ കൈയുടെ ഉള്ളംകൈ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉപ്പയുടെ വലത്തെ കൈയിലേക്ക് ചേർത്ത് വെച്ച ആ വർത്താനത്തിലും ആ ചേർത്ത് വെക്കലും മുഖമായി കുറെ വർത്തമാനങ്ങളുണ്ട്. എന്താ ഉപ്പ പറയുന്നെന്നറിയോ? പൊന്നുമോനെ, 14 വർഷക്കാലം, അതല്ലെങ്കിൽ 18 വർഷക്കാലം, അല്ലെങ്കിൽ 20 വർഷക്കാലം കൈവെള്ളിയിൽ നോക്കി എന്റെ മോളെയാ നിന്നെ ഏൽപ്പിച്ചേ.
എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പുതിയാപ്പിളമാരോട് പറയാ, ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട ഭാര്യയാവാൻ പോകുന്ന ആ പുതിയ പെണ്ണിന്റെ ഉമ്മയോ ഉപ്പയോ അതല്ലെങ്കിൽ അവരേൽപ്പിക്കപ്പെട്ട ആളുകളോ അവർ നിങ്ങളുടെ കൈകളിലേക്ക്, അവരുടെ കൈകൾ നിങ്ങളുടെ വലത്തെ കൈയുടെ ഉള്ളിലേക്ക് ചേർത്ത് വെച്ചു, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ബിന്ദി എന്റെ പൊന്നുമോളെ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു എന്ന് സയ്യിദ് അവറുകൾ പറഞ്ഞു കൊടുക്കുമ്പോ ആ പ്രിയപ്പെട്ട നിന്റെ ഭാര്യയാകാൻ പോകുന്നവളുടെ ഉപ്പ നിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാ, 18 വർഷക്കാലം അല്ലെങ്കിൽ 20 വർഷക്കാലം എന്റെ ഉള്ളം കൈയിൽ വളർത്തി എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളയാ നിന്റെ ഉള്ളം കൈയിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നത്, ഈ ഉള്ളം കൈയിൽ നീ നോക്കണേടാ. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്കും ഒരു മകളായി അവളെ വിവാഹം കഴിച്ചുകൊണ്ട സമയമാണ്. അതിന്റെ വിഷമം നിനക്ക് മനസ്സിലാണെങ്കിൽ നിനക്കും ഒരു മകൾ ഉണ്ടാവണം. ആ മകൾക്കും 18 20 വയസ്സ് പൂർത്തിയാകണം. അവൾക്കും ഒരു വിവാഹം നടക്കാൻ പോകണം. ആ വിവാഹത്തിന്റെ അന്ന്, കല്യാണത്തിന്റെ അന്ന് ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ നിക്കാഹ് കഴിഞ്ഞിട്ട് നിന്റെ വീടിന്റെ പടി ഇടതുകാല് വെച്ചുകൊണ്ട് അവൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞ് നിന്റെ പൊന്നുമോള് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴേ ഇന്ന് നിന്റെ ഭാര്യയുടെ ഭാര്യയാകാൻ പോകുന്നവരുടെ ഉപ്പാന്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ച് പറയുന്ന കബിൽത്തുന്റെ വില നിനക്ക് മനസ്സിലാവും. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ജീവിതത്തിൽ ചെയ്ത പുണ്യം എന്താ? 25 വർഷക്കാലം മുത്തുനബിയോടുകൂടെ ജീവിച്ചു. ഈ 25 വർഷത്തിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം പോലും അള്ളാന്റെ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയർത്തിയില്ല. അതുകൊണ്ട് ഖദീജ ബീവിക്ക് കിട്ടിയ പുണ്യം എന്താ? ഒന്ന് അള്ളാന്റെ സലാം, രണ്ടാമതെന്താണ് ഈ സലാം പറഞ്ഞു വിട്ട് ഏതാണ്ട് ദിവസങ്ങൾ കഴിയുമ്പോ ഖദീജ ബീവി ഈ ലോകത്തോട് വിട പറയുകയാണ്. ഖദീജ ബീവി ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് അള്ളാന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നല്ലേ ഖദീജ ബീവി മരിക്കുന്നത്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ തന്റെ ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്ന് മരിക്കുക എന്നുള്ളത്. അള്ളാന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നല്ലേ ഖദീജ എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട പൊന്നുമ്മ മരിക്കുന്നത്. ഖദീജ ബീവി മരിക്കാൻ കിടക്കുകയാ. അള്ളാന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാ. അള്ളാന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് ഖദീജ ബീവി ഇങ്ങനെ കുതറിച്ചു തുറിച്ചങ്ങ് നോക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ഖദീജ എന്താടി ഇങ്ങനെ നോക്കുന്നത്? എന്താ എന്റെ നീ ആദ്യമായി എന്നെ കാണുന്നത് പോലെ എന്താ നീ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഖദീജ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തുനബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് കണ്ടു കൊതുമാറിയിട്ടില്ല നബിയേ, അങ്ങയോടുകൂടെ ജീവിച്ചു കൊതുമാറിയിട്ടില്ല നബിയേ, എനിക്ക് കാണാൻ ഇനിയും കൊതിയാവുകയാ. അസ്രായീൽ എന്റെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുകയാ നബിയേ. നാളെ സ്വർഗത്തിലേക്ക് വരുമ്പോ അങ്ങയുടെ കൂടെ ഉണ്ടാകാൻ ഈ ഖദീജയ്ക്ക് ഭാഗ്യമുണ്ടാകുമോ? അള്ളാന്റെ പ്രവാചകൻ ഖദീജയെ മാറോട് ചേർത്തുകയാ. ആ സമയത്തല്ലേ ഖദീജ ബീവി നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ മരിക്കാൻ പോവുകയാ നബിയേ, എനിക്ക് 1-2 വസിയത്തുണ്ട് നബിയേ, നടത്തി തരുമോ എന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ ഖദീജയെ വിളിച്ചുകൊണ്ട് പറയുന്നു, എന്താ ഖദീജ നിന്റെ ആഗ്രഹം എന്താ? മരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ഭാര്യ മടിത്തട്ടിൽ കിടന്നു മരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അങ്ങനെയുള്ളവനല്ലേ ഏറ്റവും വലിയ ഭാഗ്യവാൻ. തന്റെ ഭാര്യ തന്റെ മടിത്തട്ടിൽ കിടന്നു മരിക്കണം. ഏത് ഭാര്യ? നമ്മുടെ മക്കളെ തന്നവള്, നമ്മുടെ വസ്ത്രമലക്കി തന്നവള്, നമ്മുടെ വീട് കാത്തവള്, നമ്മുടെ കുടുംബത്തെ കാത്തവള്. നമ്മൾ പട്ടിണിയായി വീട്ടിലേക്ക് വന്നപ്പോ നമുക്ക് വേണ്ടി വെള്ളമുണ്ടാക്കി തന്നവള്, ഭക്ഷണം ഉണ്ടാക്കി തന്നവള്. അവളും മരിക്കാൻ കിടക്കേണ്ടത് നമ്മുടെ മടിത്തട്ടിലാ. മക്കളുടെ മടിത്തട്ടിൽ കിടന്നിട്ടല്ല, നമ്മുടെ മടിത്തട്ടിൽ കിടന്നു മരിക്കണം. അവളുടെ ശരീരത്തിന്റെ ചൂടും ചൂരും ഞാനും നിങ്ങളും അറിഞ്ഞത് അവള് നമ്മുടെ മടിത്തട്ടിൽ കിടന്നു മരിക്കണ്ടേ? അള്ളാന്റെ പ്രവാചകനും പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി മരിക്കാൻ കിടക്കുന്നു. മുത്തുനബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒന്നാമത്തെ ആഗ്രഹം ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താ ഖദീജ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ട.
എന്റെ പൊന്നുമോള് ഫാത്തിമ എന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ട, റുഖിയ എന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ട, ഉമ്മു കുൽസൂം എന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ട. നബിയെ, അങ്ങയുടെ കൈ കൊണ്ട് എന്റെ മയ്യത്ത് കുളിപ്പിക്കണം. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ശരീരം കണ്ട നമ്മുടെ ഭാര്യയുടെ മയ്യത്ത് നമുക്ക് കുളിപ്പിക്കാൻ അവകാശമുണ്ട്. മുത്തുനബി പറഞ്ഞു, ഖദീജ ഞാൻ കുളിപ്പിച്ചുകൊള്ളാം ഖദീജ. രണ്ടാമത്തെ വസിയത്ത് എന്താ ഖദീജ? അള്ളാന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ ഖദീജ ബീവിയോട് ഖദീജ ബീവി പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, കഴിഞ്ഞ 25 വർഷക്കാലം നബിയെ നമ്മൾ ഒരുമിച്ച് കിടന്നപ്പോ പുതച്ച പുതപ്പുണ്ടല്ലോ നബിയെ. ഖദീജ ബീവിയെ ചരിത്രത്തിൽ കാണാ. ഖദീജ ബീവിയെ കബറടക്കുന്നത് വെള്ളത്തുണിയിലല്ല. എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട പൊന്നുമ്മ കബറടക്കുന്ന കഫൻ തുണി വെള്ളത്തുണിയിലല്ല, ഒരു കറുപ്പ് കളർന്ന തുണിയിലാ കബറടക്കുന്നത്. ആ രാത്രിയിൽ പുതച്ചു കിടന്ന ആ പുതപ്പുണ്ടല്ലോ നബിയെ, ആ കഫൻ തുണി കൊണ്ട് എന്നെ കഫൻ ചെയ്യണേ നബിയെ. 25 വർഷക്കാലം നമ്മൾ പുതച്ചു കിടന്ന ആ പുതപ്പിൽ എന്നെ കഫൻ ചെയ്യണം യാ റസൂലല്ലാഹ്. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ എനിക്ക് സമ്മതമാ. മൂന്നാമത്തെ കാര്യം എന്തെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ പ്രവാചകനോട് ഖദീജ ബീവി പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, എന്നെ കൊണ്ടുപോയി കബറടക്കുമല്ലോ നബിയേ, ജന്നത്തുൽ മുഅല്ലയിൽ കൊണ്ടുപോയി കബറടക്കുമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോകണമടാ മക്കയില്. ആ മക്കയില് ജന്നത്തുൽ മുഅല്ലയിൽ പോകണം. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ 30 29 കഴിഞ്ഞ് ശവ്വാൽ 1 ചെറിയ പെരുന്നാളിന് ഹറമിൽ നിസ്കാരം കഴിഞ്ഞാൽ, പെരുന്നാൾ നിസ്കാരം ഹറമിൽ കഴിഞ്ഞാൽ മഹദിയായ ഖദീജ ബീവിയുടെ ചാരത്തുള്ളതായ ഗേറ്റ് തുറക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പോഴും ഹറമിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, റഹ്മാനി, ഇപ്പോഴും ഖദീജ ബീവിയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നാൽ സുഗന്ധമാണ്. ഇപ്പോഴും ഖദീജ ബീവിയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നാൽ സൗദി ഗവൺമെന്റിന്റെ ഔഖാഫ് വർഷത്തിൽ ഒരു പ്രാവശ്യമേ ആ ഗേറ്റ് തുറക്കാറുള്ളൂ. അത് തുറക്കുന്നത് ശവ്വാൽ 1 ഏതാണ്ട് 7 മണിയുടെയും 8 മണിയുടെയും ഇടയിലാ. 9 മണിക്ക് അത് അടയ്ക്കപ്പെടും. എന്നാലും ഇന്നും ഖദീജ ബീവിയുടെ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോൾ സുഗന്ധമാ. അവിടെ കൊണ്ടുപോയി കബറടക്കിയതാരാ? ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയോട് പറഞ്ഞു കൊടുത്തു, നബിയെ, എന്നെ കബറടക്കേണ്ടത് അങ്ങയുടെ നുബുവത്തിന്റെ കൈകൊണ്ടാണ്. എന്നെ കബറിൽ ഇറക്കി വെക്കേണ്ടത് അങ്ങാ. സഹാബത്തൊന്നും എന്നെ കബറിലിറക്കണ്ട, എന്റെ മക്കളൊന്നും കബറിലിറക്കണ്ട. ഇത് പറഞ്ഞു ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു. അള്ളാന്റെ പ്രവാചകൻ ഖദീജ പറഞ്ഞതുപോലെ മുത്തുനബിയാ ഖദീജയുടെ ജനാസ കുളിപ്പിച്ചത്. 25 വർഷക്കാലം അവർ പുതച്ചു കിടന്ന പുതപ്പാണ് കഫൻ പൊടിയായി എടുത്തുകൊണ്ടുവന്നത്. എടുത്തുകൊണ്ടുപോയി കൊടുക്കുന്നത് മഹാനായ അലിയാര് തങ്ങൾ. ആ പുതപ്പായിരുന്നു ഖദീജ ബീവി എന്ന് പറയുന്ന മക്കയിലെ ഏറ്റവും കോടീശ്വരിയായ പെണ്ണിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു സ്വത്ത്. അലി തങ്ങള് ഈ പുതപ്പും എടുത്തുകൊണ്ടുപോയി കൊടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ ജനാസ ആ പുതപ്പിലേക്ക് അങ്ങോട്ട് എടുത്തു വെച്ച് പൊതിയ നോക്കുമ്പോ തല മറയ്ക്കുമ്പോ കാല് വെളിവാവുക, കാല് മറയ്ക്കുമ്പോ തല വെളിവാവുക. അള്ളാന്റെ പ്രവാചകൻ കരയാൻ തുടങ്ങി. അവിടെ ആരുടെ ജനാസയാ? മരിക്കാൻ നേരത്ത് നമ്മളൊക്കെ പറയുന്നത് പോലെ സ്വർണക്കിണ്ടിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഖദീജ മരിക്കാൻ നേരത്തെ കഫൻ തുണിയില്ലാതെ പോവാ. അള്ളാന്റെ പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു, എന്റെ ഖദീജയെ കഫൻ പൊതിയാൻ തുണിയില്ലല്ലോ സഹാബ. മഹാനായ അലിയാര് തങ്ങൾ പറയുന്നുണ്ട്, സഹാബത്തെ, എന്റെ ഉമ്മയായ ഖദീജയുടെ കഫൻ പൊതിയാൻ പുല്ല് വെട്ടിക്കൊടുത്തത് ഞാനാ സഹാബത്ത്. മഹാനായ പ്രവാചകൻ അലിയാര് തങ്ങളെ വിളിച്ചു, അലിയേ, എന്റെ ഭാര്യയുടെ കഫൻ തുണി പൊതിയാൻ തുണി തികയുന്നില്ല, പുല്ലൊന്ന് വെട്ടിക്കൊണ്ടുവരൂ.
ആ പുതപ്പ് തലയുടെ ഭാഗത്തേക്ക് ചേർത്തിട്ടിട്ട് കാൽഭാഗത്ത് പുല്ലു വധിച്ചു പൊതിഞ്ഞുകൊണ്ടാണ് മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയെ ഖബറടക്കുകയാണ്. അങ്ങനെ ജന്നത്തുൽ മുഅല്ലയിൽ കൊണ്ടുവന്നു. അള്ളാന്റെ പ്രവാചകൻ ഖബറിലേക്ക് ചാടിയിറങ്ങുകയാണ്. എന്നിട്ട് ഹബീബായ തങ്ങളുണ്ടല്ലോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ രണ്ട് കൈ നീട്ടി അങ്ങോട്ട് സ്വീകരിക്കുകയാ. എന്നിട്ട് ആ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാ. എന്നിട്ട് അള്ളാന്റെ പ്രവാചകൻ ഖദീജയുടെ അതാ മുഖത്തുള്ളതായ തുണി അങ്ങോട്ട് അഴിക്കുകയാണ്. എന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കവളങ്ങോട്ട് മണ്ണിലേക്ക് ചേർക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖദീജയുടെ കവള് മണ്ണിലേക്ക് ചേരുന്നില്ല. അള്ളാന്റെ പ്രവാചകൻ ഒന്ന് ചേർത്തു, രണ്ടാമതും ചേർക്കുകയാ. ഒന്നാമത്തെ വട്ടം മണ്ണിലേക്ക് ചേരുന്നില്ല, രണ്ടാമത്തെ വട്ടവും ഖദീജയുടെ കവള് മണ്ണിലേക്ക് ചേരുന്നില്ല. മൂന്നാമത്തെ വട്ടം മുത്തുനബിയുടെ നുബുവത്തിന്റെ കരങ്ങളെ കൊണ്ട് ഒരു പിടി മണ്ണ് വാരിക്കൊണ്ട് ഖദീജയുടെ കവിളിലേക്ക് അങ്ങ് ചേർത്ത് വെക്കുമ്പോ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് മുത്തുനബിയോട് പറയുന്നു, നബിയേ പറ്റൂല നബിയേ, ഖദീജയുടെ കവിളിന് മണ്ണ് ചേരൂല നബിയേ. ഖിയാമത്ത് നാൾ വരെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലോ ഒന്നാമത്തെ ഊതൂതുന്ന സമയം വരെ അങ്ങയുടെ കുവ്വത്തിന്റെ കൈകളെ കൊണ്ട് ഖദീജയുടെ കവിളിന് മണ്ണ് തേക്കാൻ ഉദ്ദേശിച്ചാൽ നടക്കൂല നബിയെ, അല്ലാഹ് ഇഷ്ടപ്പെടൂല. ഹബീബായ തങ്ങള് ആ ഖബറിൽ കണ്ണുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്തു, റബ്ബേ എന്റെ ഖദീജയ്ക്ക് ഈ പുണ്യം കിട്ടിയത് എങ്ങനെയാ? എന്റെ ശബ്ദം കേൾക്കുന്ന കേരളത്തിന്റെ പല ദിക്കുകളിൽ നിന്നു, അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, ഖദീജയ്ക്ക് കിട്ടിയ പ്രതിഫലം നിങ്ങൾക്ക് വേണോ? ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരണപ്പെട്ടു നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട പൊന്നുമക്കളോ 3 പിടി മണ്ണും വാരിയിട്ട് 2 മീസാങ്കല്ലും കുത്തിക്കൊണ്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ പള്ളിക്കാട്ടിലെ മൈലാഞ്ചിച്ചടയോട് കഥ പറഞ്ഞുകൊണ്ട് മലർന്നു കിടക്കുമ്പോ ആ സമയത്ത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖദീജയ്ക്ക് കിട്ടിയ പ്രതിഫലം കിട്ടണോ? ഖദീജ ബീവിക്ക് കിട്ടിയ പ്രതിഫലോ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അള്ളാന്റെ പ്രവാചകൻ ഓഫർ ചെയ്യുകയാ, നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടുകയാ. ഏതാ പ്രതിഫലം എന്നറിയോ? അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, മുത്തുനബിയോ അള്ളാഹുവിനോട് ഖദീജയുടെ ഖബറിൽ ഇരുന്നു കൊണ്ട് അള്ളാഹിനോട് പറഞ്ഞ വാക്കേതാ? അള്ളാഹുവേ എന്റെ ഖദീജയ്ക്ക് ഈ പുണ്യം കിട്ടാനുള്ള കാരണം എന്തെന്ന് ഖദീജയോട് മുത്തല്ലാഹുവിനോട് ചോദിക്കുമ്പോ അള്ളാഹ് പറഞ്ഞു കൊടുത്ത വാക്കേതെന്നറിയോ? യാ റസൂലല്ലാഹ്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സമ്പത്തുമായി ദീനിലേക്ക് കടന്നു വന്ന ഖദീജയല്ലേ പാവപ്പെട്ടവനായി മരണപ്പെട്ടു പോയെങ്കിലോ, തന്റെ സമ്പത്ത് മുഴുവൻ പാവപ്പെട്ടവർക്ക് ഹദിയ ചെയ്തു എങ്കിലോ, അതൊരൊറ്റ കാരണത്തിന്റെ പേരിലാണ് ഖദീജയ്ക്ക് ഈ പുണ്യം കിട്ടിയതെങ്കിലോ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അടുത്ത മാസം ഇവിടെ നടക്കാനിരിക്കുന്ന നിക്കാഹിനെ കുറിച്ച് പറഞ്ഞു. 71 മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ഉറക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവേ, ആ 71 മക്കളെയും വിവാഹം കഴിച്ചു വിടാൻ ആരെല്ലാം സഹായിച്ചോ, അവരിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവരുടെ ഖബറിലേക്ക് ഇതിന്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാഹ്.